ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദേവാങ്കന ആനന്ദ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ജിപ്മറിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം, 28-ാം തീയതി അതേപോലെ 29-ാം തീയതി ഒക്കെ തന്നെ കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൗൺസിലിങ്ങിന് പോയ കുട്ടികളുടെ ഒക്കെ തന്നെ മെറിറ്റ് ലിസ്റ്റ് ജിപ്മറിൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. എല്ലാവരും തന്നെ അത് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇന്നെലിജിബിലിറ്റി ലിസ്റ്റിനെ പറ്റിയിട്ടും ഒക്കെ കറക്റ്റായിട്ട് തന്നെ പറയുന്നതായിരിക്കും. എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. ജിപ്മറിൻ്റെ വെബ്സൈറ്റിൽ പ്രൊവിഷണൽ മെറിറ്റ് ലിസ്റ്റ്, ഇൻസഫിഷ്യൻറ്റ് ഡേറ്റ ലിസ്റ്റ്, അതേപോലെ കാറ്റഗറി മെറിറ്റ് ലിസ്റ്റ്, ഇന്നെലിജിബിലിറ്റി ലിസ്റ്റ് ഇതൊക്കെ തന്നെ ജിപ്മറിൻ്റെ വെബ്സൈറ്റിൽ അവർ ഓൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇതൊക്കെ തന്നെ ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇന്നെലിജിബിലിറ്റി ലിസ്റ്റിൽ പേര് വന്നിരിക്കുന്ന കുട്ടികളുടെ ഒക്കെ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കേൾക്കുക. അപ്പോൾ കൗൺസിലിങ്ങിന് പോയ കുട്ടികളുടെ മെറിറ്റ് ലിസ്റ്റ്, അതേപോലെ തന്നെ ആരൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ളത്, അതേപോലെ തന്നെ ആരൊക്കെയാണ് ഇന്നെലിജിബിൾ ആയിട്ടുള്ളത്, ആരുടെയൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കറക്റ്റ് അല്ലാത്തത്, അത് ബേസ് ചെയ്തിട്ടുള്ള പല അപ്ഡേറ്റ്സും നമ്മുടെ ജിപ്മറിൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. എല്ലാവരും തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. അതായത് കൗൺസിലിങ്ങിൽ നിന്ന് പോകുന്ന കുട്ടികൾ, അതായത് കൗൺസിലിങ്ങിൽ പോകുന്ന കുട്ടികളെല്ലാവരും തന്നെ വെബ്സൈറ്റ് കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോ കാറ്റഗറി ബേസ് ചെയ്തിട്ടുള്ള പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും വന്നിട്ടുണ്ട്. അതായത് പ്രൊഫഷണൽ EWS കാറ്റഗറി മെറിറ്റ് ലിസ്റ്റ് 2026 അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ EWS കാറ്റഗറി സ്റ്റുഡൻസിന് നിങ്ങളുടേതായിട്ടുള്ള കാറ്റഗറി ബേസ് ചെയ്തിട്ടുള്ള മെറിറ്റ് ലിസ്റ്റിലുള്ള റാങ്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും തന്നെ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡാക്കി നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ SC/ST കാറ്റഗറി, അതേപോലെ SC/ST എല്ലാ കാറ്റഗറി സ്റ്റുഡൻസിനുമുള്ള റിസർവേഷൻ ബേസ് ചെയ്തിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. എല്ലാവരും തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. കാറ്റഗറി ബേസ് ചെയ്തിട്ടുള്ള മെറിറ്റ് ലിസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ സ്ക്രീനിൽ തന്നിരിക്കുന്ന പോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ കഴിയുന്നത്. എത്രാമത്തെ റാങ്കാണ്, അതേപോലെ തന്നെ നിങ്ങളുടെ നീറ്റിൻ്റെ സ്കോർ, ഇതെല്ലാം തന്നെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ പേരുണ്ടോ എന്നൊക്കെ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. കൗൺസിലിങ്ങിന് പോകുമ്പോൾ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് എന്ന് ഞാനൊരു വീഡിയോ ഓൾറെഡി നേരത്തെ ജിപ്മറിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു. എന്നാലും ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് ഡൗട്ടുള്ള കുട്ടികൾക്കായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണ് എന്ന് ഒന്നുകൂടി പറഞ്ഞു തരാം. ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ കൊണ്ടുപോയി അത് വെരിഫിക്കേഷൻ കഴിഞ്ഞ് കറക്റ്റായിട്ടുള്ള കുട്ടികളെ മാത്രമേ ഇതിലേക്ക് പങ്കെടുപ്പിക്കുകയുള്ളൂ. ആ ഒരു കാര്യം എല്ലാ കുട്ടികളും മനസ്സിലാക്കുക. പല കുട്ടികളും എലിജിബിൾ ആകാതെ വന്നിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇൻസഫിഷ്യൻറ്റ് ഡേറ്റയാണ്. അപ്പോൾ എല്ലാവരും തന്നെ മനസ്സിലാക്കി, ഇൻസഫിഷ്യൻറ്റ് ഡേറ്റ എന്ന് പറഞ്ഞ് തന്നെ വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഇൻസഫിഷ്യൻ്റ് ആയ ഡേറ്റ കാരണം ഇന്നെലിജിബിൾ ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ എലിജിബിലിറ്റി ഇല്ലാത്ത സ്റ്റുഡൻസിൻ്റെയും ലിസ്റ്റ് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം അല്ലെങ്കിൽ കൗൺസിലിങ്ങിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് വെരിഫിക്കേഷൻ കറക്റ്റ് ആവാത്ത കാരണമൊക്കെ ഇത് മാറിപ്പോകാനുള്ള ചാൻസുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞതാണ്, അതായത് ഇന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊണ്ടുപോകണം എന്നത്, അതിൻ്റെ വാലിഡിറ്റി കാര്യങ്ങളൊക്കെ തന്നെ കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതും പറഞ്ഞിരുന്നതാണ്. ചിലപ്പോൾ വാലിഡിറ്റി കഴിഞ്ഞ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തന്നെ കൊണ്ടുപോയാലും കുട്ടികൾ ഇന്നെലിജിബിൾ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ കൗൺസിലിങ്ങിന് പോയിട്ടുള്ള കുട്ടികളെല്ലാവരും തന്നെ വെബ്സൈറ്റ് കൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഈ ഒരു ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡേറ്റ കൊടുത്തിട്ടുള്ള സ്റ്റുഡൻസും അതേപോലെ തന്നെ ഇന്നെലിജിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസും ഒക്കെ തന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. എല്ലാവരും തന്നെ വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനെ കറക്റ്റ് ഡേറ്റാസ് അല്ലാതെ പോയ കുട്ടികൾ പലരെയും തന്നെ അവിടുന്ന് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് വരണ്ട എന്ന രീതിയിൽ പറഞ്ഞിട്ടുമുണ്ട്. അതുപോലെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എൻട്രീസ് നടത്തിയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും തന്നെ വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഇന്നെലിജിബിൾ ആവാനായിട്ടുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയാം. ആപ്ലിക്കേഷൻ ഫുള്ളായി ഫിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ
ഡോക്യുമെൻറ്റ്സ് കറക്റ്റായ രീതിയിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും റോങ് കാറ്റഗറി സെലക്ട് ചെയ്ത കേസ് ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നെലിജിബിൾ ആകാനായിട്ട് വളരെയധികം ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇന്നെലിജിബിൾ ലിസ്റ്റിൽ നെയിം നിങ്ങളുടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇനി ഇന്നെലിജിബിൾ ആയിട്ടുള്ള കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് മിക്ക കുട്ടികൾക്കും ഡൗട്ട് വരാം. എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. അതായത് ഇന്നെലിജിബിൾ ലിസ്റ്റിൽ പേര് വന്നിരിക്കുന്ന കുട്ടികൾക്കൊന്നും തന്നെ കൗൺസിലിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ ഇതൊരു മിസ്റ്റേക്ക് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിപ്മർ ഹെൽപ്പ് ഡെസ്കിനെ കോൺടാക്റ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് റൗണ്ട് ചാൻസ് കിട്ടിയാൽ അപ്ലൈ ചെയ്യുക. ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് എല്ലാ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും കൊണ്ടുപോകണം. അതേപോലെ തന്നെ 10th-ൻ്റെയും 12th-ൻ്റെയും ഒക്കെ തന്നെ മാർക്ക് ഷീറ്റ്, TC, അതേപോലെ തന്നെ കാസ്റ്റ് ഓർ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, ഫോട്ടോസ്, അതേപോലെ ID പ്രൂഫ്, ജിപ്മർ ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് ഔട്ട് എടുത്തത്, ഇതൊക്കെ തന്നെ കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതേപോലെ തന്നെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഏത് വീഡിയോസാണ് വേണ്ടതെന്നൊക്കെ തന്നെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ബായ്.